ഏതതിൻ്റെ കിണറാണ് ഈ ചിരട്ട ഞങ്ങൾ രാവിലെ എണീറ്റ് വണ്ടി എടുത്ത് മലയുടെ മണ്ടയ്ക്ക് പോവുക നടക്കാൻ. ഇവിടെ നിന്ന് വല്ലതും നടന്നാലേ പട്ടികൾ കാണും, കടിക്കുകയും. അതാണ് ഞാൻ വിചാരിച്ച് അവിടെ പോയി നടക്കാം. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ആ കാണുന്ന ആ മല ഇനി കയറാൻ പോകുന്നത്. ആ മലയെ കയറി അങ്ങ് ഇതിൻ്റെ മുകളിലങ്ങ് എത്തണം. പിന്നെ അവിടെ നടക്കണം. ഇനി നമുക്ക് കയറാം. കയറിയിട്ടൊക്കെ ഉണ്ട്, കയറിയിട്ട് കാണാം. ആനൊക്കെ ഉണ്ട്, കണ്ട വെളിപ്പോൾ വലുതായിട്ട് കാണാം. അത് രണ്ടും കാണാം, ഇതും കാണാം. നമുക്ക് മേളിൽ പോകുമ്പോൾ ഫുള്ള് ശാന്തി. ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മേളിലത്തെ വ്യൂ ഉണ്ടോ ഗൈസ്? കിടിലം വ്യൂ കേട്ടാ. ഇത് മറ്റേ ഫാൻ 1 2 3 പിന്നെ അവിടെ 1 2 3 4 5 നമുക്കിനി ഓടിയിട്ടാണ് ഓടാൻ പോവാം. ഇത് കണ്ട മഹാദേവ് ടെമ്പിള്. അത് ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ. നമുക്കിനി ഇവിടെ നിന്ന് ആദ്യം ഫസ്റ്റ് 2 റൗണ്ട് അടിക്കാം. ഫസ്റ്റ് റൗണ്ട് നടക്കണം, സെക്കൻഡ് റൗണ്ട് ഓടണം. നമ്മൾ നമുക്ക് എത്ര ഓടാം അത്ര ഓടുന്നു. നമുക്ക് അവിടെ അങ്ങോട്ട് പോവാം. കിലോമീറ്റർ ഓടി കേട്ടാ. ആദ്യം 600 മീറ്റർ ഓടി, പിന്നെ ഒരു 600 മീറ്റർ ഓടി, പിന്നെ ഒരു 600 മീറ്റർ ഓടി. അതുപോലെ 1.80 കിലോമീറ്റർ ഓടി. ടോട്ടൽ ഞാൻ എല്ലാം ആയത് 2.30. 1.80 മൈനസ് 2.30 എന്ന് വെച്ചാൽ 500 മീറ്റർ എന്തോ നടന്നോളൂ. ബാക്കി 1.80 കിലോമീറ്റർ ഓടി. കാറ്റൊക്കെ ഉണ്ട് കേട്ടാ, സുഖമായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇതാ ഇച്ചിരിയെങ്കിലും വിയർത്തിന്ന്. ഇനി വീട്ടിൽ പോയി ജട്ടിയൊക്കെ എടുത്ത് ടവലും എടുത്ത് നേരെ കിണറിൽ ചാടാം. അതേ ഉള്ളൂ ഇനി. ഇതൊക്കെ കഴിഞ്ഞ് ഇനി വെള്ളം എടുത്തില്ല, ദാഹിച്ചിട്ട് വയ്യ. ഇനി മറ്റേ അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്, പക്ഷെ അവിടെ കാണുന്നില്ല ഇപ്പം. അവിടെ പോയി. അവരുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും വെള്ളം കുടിക്കാൻ. വെയിൽ വന്ന്, ഇപ്പോഴാണ് വെയിൽ വന്ന്. ഈ വെയിലത്തൊക്കെ ഓടി നല്ല വിയർക്കും കേട്ടോ. ഇനി വീട്ടിൽ പോകാം. ഇനി വീട്ടിൽ പോയിട്ടൊക്കെ കാണാം. പിന്നെ കിണറിൽ പോകാം നമ്മൾ. വെള്ളം കാണണ്ട, എനിക്ക് ഭയങ്കര ഉത്സാഹം. വെള്ളം. കയറിയിരിക്കുന്നു വെള്ളം കൈസ്. വെള്ളം ഇനിയും കയറും കേട്ടാ കൈസ്. കുളിച്ചിട്ടൊക്കെ കാണാം കൈസ്. അങ്ങനെ കുളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുക. ഏതതിൻ്റെ കിണറാണ് ഈ ചിരട്ട. ഞങ്ങൾ പകുതി വരെ ഉള്ളൂ സ്റ്റെപ്പൊക്കെ, പിന്നെ വെള്ളമോ, പിന്നെ കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. പ്രേതമാണ് കൈസ് ഇവിടെ പറയുന്നത്. അനിയനും ഉണ്ട്, അതുകൊണ്ട് ഇത്ര ഒന്നും കാണിക്കുന്നൊന്നുമില്ല. ഇവിടെ പണ്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ആരും ഇറങ്ങത്തൊന്നുമില്ല. പകുതി വരെയല്ല സ്റ്റെപ്പ്. വെള്ളം താന്നു പോയാൽ പിന്നെ എങ്ങനെ കയറും? അതാ പ്രശ്നം. അതുകൊണ്ട് ആരും ഇറങ്ങത്തൊന്നുമില്ല. അപ്പം തിരിച്ച് വീട്ടിൽ പോകാം നമുക്ക്. പുതിയ ഫേസ് വാഷ് എടുത്ത് മുഖം കഴുകാൻ പോവാം. മുഖം കഴുകാൻ വേറെ ഒരു വൈബാണ് ഗൈസ്. ഈ ചാക്ക് നിറച്ച് സവാള ഇടണം അതിനകത്ത്. ഇട്ടിട്ട് കാണാം. ഇത്രയും നിറച്ച് ഇനി ടാസ്ക് ഈ വഴി കൂടെ താഴോട്ടിറങ്ങാൻ ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. എടുത്തോണ്ട് വന്നുണ്ട ഗൈസ്. ഇത് വെള്ളം ചൂടാക്കാൻ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത്ര ഉണ്ട് കണ്ട. ഇതെല്ലാം ഇനി പകുതി ഇനി ഇവിടെ തോളത്ത് വെച്ച് കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോകുന്ന എറിയാൻ നേരത്തെ എല്ലാം ഇങ്ങനെ മഴ പെയ്യാൻ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വെട്ടുവാ അച്ഛൻ.
ഇതിനകത്ത് വെച്ചേക്ക് വോയിസ് ഇതിന് എല്ലാം കട്ട് ചെയ്ത് ഇതിനകത്ത് വെച്ചേക്ക് ഇതങ്ങ് ഇതിനകത്തിട്ട് വെള്ളം ഹീറ്റാക്കും. ഹീറ്റർ എങ്ങനെ ഉണ്ട് അതുപോലെ നാട്ടിൽ ഇങ്ങനെ ഗൈസ് ഈ ഹീറ്റായ വെള്ളം ചാവിക്കകത്ത് വരും. ഹീറ്റായിട്ട് ചിരട്ടയൊക്കെ ഉണ്ട്. ഇതിൻ്റെ പൊടിയൊക്കെ രാവിലെ 5 മണിക്ക് എണീക്കും അച്ചാച്ചനൊക്കെ. എണീറ്റ് ഇതിനകത്തെല്ലാം തീ കത്തിക്കാൻ ഒരു 1 മണിക്കൂർ ഇങ്ങനെ എടുക്കും. ഇവിടെ മീറ്ററുണ്ട് ഇത്രയും % ചൂടാകുമെന്ന്. ഇപ്പോൾ ഒരു 30% ചൂട് കാണും. 100-120 വരെ ഉണ്ട് സെൽഷ്യസ് ആയിട്ടാ ഗൈസ്. വ്യൂ ചെക്ക് ചെയ്തേ ഗൈസ്. രാവിലെ അല്ല ഗൈസ്, വൈകിട്ട് സമയം 6 മണിയാവാറായി. എൻ്റെ പണ്ടത്തെ സൈക്കിള് മേളിലത്തെ റൂമാണ് ഇത് രണ്ടും. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ സവാളയൊക്കെ വെച്ചിട്ടുണ്ട്. അച്ചാച്ചൻ ചോദിക്കുക എന്തിനാ തോന്നുന്നത്. ഇത് പണ്ടത്തെ സൈക്കിൾ ഞങ്ങളുടെ ചൈൽഡ്ഹുഡൊക്കെ ഇതിനകത്താണ് പോയത്. ഇപ്പം പഞ്ചറൊക്കെ ഗൈസ്, അതുകൊണ്ട് ആരും ഓട്ടിക്കത്തൊന്നുമില്ല. ഞങ്ങളാകപ്പാടെ 2-3 മാസം കാണത്തുള്ളൂ. പിന്നെ ആരും ഓട്ടിക്കാനായി ഇവിടെ, അതുകൊണ്ട് ഇതൊന്നും ശരിയാക്കുന്നില്ല. കാക്കന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടോ ഗൈസ് അവിടെ? എന്തോ ചെയ്യുമോയെന്ന് ആർക്കറിയാം. ക്ലാസ് വല്ലതും ആയിരിക്കും, പഠിക്കുക. അപ്പം എല്ലാവരും പോയി വിട്ടെന്ന് തോന്നുന്നു. ജയിക്കും ഗൈസ്. നമ്മൾ ഇത്രയും കോൺഫിഡൻസ് കളയണ്ട. ജയിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ജയിക്കാതെ ഇരിക്കത്തൊന്നുമില്ല. ഫോമല്ലേ എല്ലാവരും. സഞ്ജു സാംസണൊക്കെ ഫോമാണ്. ഇന്ന് MS ധോണി കണ്ട കൊള്ളായിരുന്നു. റിട്ടയറല്ലേ, വയസ്സൊക്കെ ആയില്ലേ, പറയാനൊന്നും പറ്റത്തില്ല നമുക്ക്. അങ്ങനെ ഇപ്പം തന്നെ വ്ളോഗ് എൻ്റെ ഇല്ലെങ്കിൽ പിന്നെ മാച്ചിൻ്റെ ഇടയ്ക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം ഗൈസ് അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ശരിയാണ്, ബൈ.